ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനിത്തിരി പരിപ്പ്, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി, ജീരകം കൂടെ ഇട്ടുങ്ങാണ്ട് മുളക് മഞ്ഞളും ഇട്ട് നല്ലോണം വേവിച്ചതാട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് ഞാൻ കുത്തി ഉടഞ്ഞിട്ടില്ല, നല്ലോണം വേവാൻ നല്ലോണം വെന്തും ചെയ്തിക്കണ്. കണ്ടാ, നല്ലോണം വെന്തിക്കണണ്ടാ, വെന്ത് പൊടിയായിപ്പോണ്ട്. പക്ഷേ നല്ല ഇങ്ങനെ പായസം പോലെ ആക്കണം എനിക്കിഷ്ടമില്ല. അങ്ങനെ ഞാനിതിങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് അത്താഴത്തിലേക്ക് എനിക്ക് കൂട്ടാനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി താളിച്ചത്, തക്കാളി മുളക് ഇട്ടതൊക്കെ കൂട്ടാൻ അത്താഴത്തിന്. അപ്പം ഇനി ബാക്കി ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ബാക്കി ഞാൻ എടുക്കാം കേട്ടോ. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല, കടുക് മാത്രമേ ഇടുന്നുള്ളൂ, വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ. നല്ലോണം ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേന് നമുക്ക് കരിവേപ്പില ഇതിലിട്ട് കൊടുക്കണം. നല്ലോണം പൊട്ടിയിട്ടോ കടുകൊക്കെ. എല്ലാം പൊട്ടട്ടെ. വേറെ എന്തൊക്കെ മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സുഖവും സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നമുക്കത് മൂടി വയ്ക്കാം. ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനിത്തിരി പരിപ്പ്, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി, ജീരകം കൂടെ ഇട്ടുങ്ങാണ്ട് മുളക് മഞ്ഞളും ഇട്ട് നല്ലോണം വേവിച്ചതാട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് ഞാൻ കുത്തി ഉടഞ്ഞിട്ടില്ല, നല്ലോണം വേവാൻ നല്ലോണം വെന്തും ചെയ്തിക്കണ്. കണ്ടാ, നല്ലോണം വെന്തിക്കണണ്ടാ, വെന്ത് പൊടിയായിപ്പോണ്ട്. പക്ഷേ നല്ല ഇങ്ങനെ പായസം പോലെ ആക്കണം എനിക്കിഷ്ടമില്ല. അങ്ങനെ ഞാനിതിങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് അത്താഴത്തിലേക്ക് എനിക്ക് കൂട്ടാനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി താളിച്ചത്, തക്കാളി മുളക് ഇട്ടതൊക്കെ കൂട്ടാൻ അത്താഴത്തിന്. അപ്പം ഇനി ബാക്കി ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ബാക്കി ഞാൻ എടുക്കാം കേട്ടോ. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല, കടുക് മാത്രമേ ഇടുന്നുള്ളൂ, വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ. നല്ലോണം ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേന് നമുക്ക് കരിവേപ്പില ഇതിലിട്ട് കൊടുക്കണം. നല്ലോണം പൊട്ടിയിട്ടോ കടുകൊക്കെ. എല്ലാം പൊട്ടട്ടെ. വേറെ എന്തൊക്കെ മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സുഖവും സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നമുക്കത് മൂടി വയ്ക്കാം. ഇതാ നമ്മളെ പരിപ്പ് കറിയിലേക്കുള്ള ഇറച്ചി ഇതാ വെന്തുകൊണ്ടിരിക്കുന്നു. നല്ലോണം വേവട്ടെ കേട്ടോ. ഇറച്ചി ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നെരിഞ്ഞ് കറുത്തതായിട്ടില്ല എന്നുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ എല്ലാവരും ഒന്നമായിട്ട് തന്നെ മുളകൊക്കെ കൊഴിച്ച് വെച്ചതാണ്. ഒരു ഗരം മസാലൻ്റെ പൊടി, മഞ്ഞൾ, ഉപ്പ്, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ, ജീരകപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇട്ട് കൂട്ടി കഴിച്ചിട്ട് ഒരിത്തിരി സുർക്ക വെച്ചിട്ടുണ്ട്. ഇതിനുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഇങ്ങനെ വെച്ചാൽ. സോറി, നല്ലോണം വെന്തിട്ടാ ഇത് ഓഫാക്കി തീ. നമ്മളിതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം ഒന്ന് വേവട്ടെ. ചോറ് തിന്നാത്തവർക്കുള്ള കേട്ടോ. കോഴിമുട്ടയും ചായയും കാരക്കൊക്കെ കൂട്ടി തിന്നു. ഇതാ നമ്മൾ അത്താഴത്തിന് എണീറ്റതാണ്. പരിപ്പ് കറിയും ചോറും കണ്ടല്ലോ. ഞാനിതാ കഴിക്കുന്നു. മൂപ്പര വല്യാപ്പ വന്നിട്ടില്ല, അപ്പം വരും. നമുക്ക് തിന്നെത്താം. Okay.
ഇനി എന്താ കഥ കേൾക്കല്ലേ ഈ കളിക്കല്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.